തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുംമൂട്ടിലെ വീട്ടിലെത്തിക്കുകയാണ്. വിപുലമായ ചടങ്ങുകളോടെ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. സമാധിയാത്രയുടെ കൂടുതൽ വിവരങ്ങളുമായി സലിം മാലിക് ചേരുകയാണ്. സലിം, തുടക്കം മുതലേ കുടുംബത്തിന് ആക്ഷേപമുണ്ട്, സമാധിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇത്തരത്തിൽ കാര്യങ്ങൾ നീക്കേണ്ടി വന്നത് ഏറെ സങ്കടകരമാണെന്ന് കുടുംബം പറയുകയും ചെയ്തിരുന്നു. ഈ സമാധിയുടെ വിപുലമായ ചടങ്ങുകൾ നടത്തും എന്നാണ് കുടുംബം അറിയിച്ചിരുന്നത്. എങ്ങനെയാണ് ഈ ചടങ്ങുകൾ അവർ ഒരുക്കിയിരിക്കുന്നത്? എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്? ഈ ഗോപൻ സ്വാമിക്ക് ഒരുപാട് അനുയായികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടോ? വിവരങ്ങൾ. ഗുഡ് ഈവനിങ് പ്രവിധാൻ ടീം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി നിംസ് ആശുപത്രിയിൽ നിന്നും ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ ചടങ്ങുകൾ, വലിയ ആൾക്കൂട്ടത്തോടു കൂടി ഒരു നാമജപ ഘോഷയാത്രയായി ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് എത്തിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ കുറവാണ് ആൾക്കൂട്ടം എന്നുള്ളത് തന്നെയാണ്. 50 താഴെ മാത്രം ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഘോഷയാത്രയിൽ, നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര 1 കിലോമീറ്റർ. സലീം, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുംമൂട്ടിലെ വീട്ടിൽ എത്തിക്കുകയാണ്. വിപുലമായ ചടങ്ങുകളോടെ ഗോപൻ സ്വാമിയുടെ സമാധിയിരുത്തുമെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉടൻ തന്നെ എത്തിക്കും. അതിനുശേഷം സമാധിയിരുത്തുമെന്നുള്ളതാണ് വിവരങ്ങൾ. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, കേൾക്കാമോ? തുടരാം. കേൾക്കാം. അതായത് ഈ 1 കിലോമീറ്ററിലധികമായി കഴിഞ്ഞു ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട്. അത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്രയധികം കണ്ട ആൾക്കൂട്ടം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ യാത്രയെ അനുഗമിക്കുന്നത്. നിലവിൽ വീട്ടിലെത്തിയതിനു ശേഷം വലിയ ചടങ്ങുകളായി. നേരത്തെ ഈ കുടുംബം മാത്രം പങ്കെടുത്തിരുന്ന വളരെ സ്വകാര്യമായ ലളിതമായ ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹത്തെ സമാധിയിരുത്തിയിരുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവിടുത്തെ കൗൺസിലറെ പോലും അറിയിക്കാതെ സ്വന്തം നിലയിൽ സമാധി എന്ന നിലയിലേക്ക് മാറ്റിയതോടുകൂടിയാണ് ആ കേസ് വിവാദമാകുന്നത്. കേസ് വിവാദമായതിന് പിന്നാലെ തന്നെ വലിയ നിലയിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്തതാണ്. പിന്നീട് പോലീസിന്റെ ഇടപെടൽ, അതിനുശേഷം കല്ലറ പൊളിക്കുകയും ആ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം പ്രാഥമിക പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടാണ് കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുന്നത്. അപ്പോഴും പോലീസ് പറയുന്നത് ആ കേസ് അന്വേഷണം അതിന്റെ വഴിക്ക് തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. ഒരേ സമയം ഇവരുടെ ആചാരപ്രകാരമാക്കി അതിന്റെ സമാധി ചടങ്ങുകൾ നടക്കുമ്പോൾ മറ്റൊരു വഴിക്ക് നിയമത്തിന്റെ വഴിക്കും നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട സമാധിയാണെങ്കിലും അതല്ലെങ്കിലും അതിനുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക രേഖ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആ പ്രശ്നം അങ്ങനെ നിലനിൽക്കെ തന്നെയാണ് അതിനുശേഷം ഇപ്പോൾ അത്തരത്തിലുള്ള രേഖകളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് അവരുടെ വിശ്വാസമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിന് നിയമമൊപ്പം നിൽക്കും, അതിന് നാട്ടുകാരൊപ്പം നിൽക്കും, അതിന് പരാതികൾ ഏതുമില്ല. അതുകൊണ്ട് തന്നെ ആ പരാതികൾ ഏതുമില്ലാത്ത നേരത്തെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി വീട്ടുകാരെ ഉൾപ്പെടെ ഈ മാധ്യമങ്ങളുടെ ഇടപെടലും ഒപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ ഈ കുടുംബത്തെ ഉപദ്രവിച്ചു, കുടുംബത്തെ വേട്ടയാടി എന്നുള്ളൊരു വികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ പറയുന്നത്. ആ സംഘടനകൾ അതുകൊണ്ടാണ് അതൊരു വിശാലമായ വലിയ മഹാസമാധി എന്ന നിലയിലേക്കുള്ള ചടങ്ങുകൾ നടത്താനും തീരുമാനിച്ചത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സമാധിപീഠം അതൊരു വളരെ ചെറിയ സ്ഥലമായിരുന്നു. ആ സമാധിപീഠം മാറ്റി ഇന്നലെ രാത്രിയോടുകൂടി ഒരു വിശാലമായ സമാധിപീഠം ആ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എത്തിച്ച് സമാധിയിരുത്തും. ഈ വീട്ടിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ സമാധി ചടങ്ങുകൾ, പൊതുദർശനം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല. നേരെ പോകുന്നു, അത് സമാധി ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ ഇനി എന്തായാലും ഈ സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ ഇടയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക രേഖ അതായിരുന്നു ഇവിടെ മിസ്സിംഗ് ആയിരുന്നത്. ആ ഔദ്യോഗിക രേഖ കിട്ടിയതോടെ, മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. വ്യക്തമാണ്. എന്തായാലും സമാധി ചടങ്ങ് വിപുലമായി തന്നെ നടത്താനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. കൂടുതൽ സ്വാമിമാരെ എത്തിച്ചുകൊണ്ട് ചടങ്ങ് നടത്തുമെന്നാണ് അവർ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത്ര കണ്ട് ആളുകളുടെ സാന്നിധ്യമില്ല. എങ്കിൽ പോലും ചടങ്ങ് നടത്താൻ ഇപ്പോൾ
തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം. സലിം മാലിക് ഒരിക്കൽ കൂടി ചേരുകയാണ്. സലിം, കൂടുതൽ സ്വാമിമാരെ എത്തിച്ച് അത്തരത്തിലുള്ള പൂജയും ചടങ്ങിനുമൊക്കെ ശേഷമാണ് സമാധി ഇരുത്തുക എന്നതാണ് കുടുംബം പറഞ്ഞിരുന്നത്. അങ്ങനെ ഉള്ള ആളുകളെയൊക്കെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള പൂജാകർമ്മങ്ങൾക്കൊക്കെ ശേഷമാകുമോ ഇനിയുള്ള സമാധി? ഈ സമാധിക്ക് ശേഷവും സമാന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായും പ്രവിധ, അത് അങ്ങനെ തന്നെയാണ്. സമാധിക്ക് ശേഷവും വിവിധ ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വിവിധ മഠാധിപതികളെ മാരെ ക്ഷണിച്ചിരുന്നു. എല്ലാ ക്ഷണവും എല്ലാവരും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ VSDPയുടെ ചെയർമാനായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒപ്പം കൂടുകയാണ്. അദ്ദേഹം ഈ കുടുംബക്കാർക്കൊപ്പം കുടുംബത്തിനൊപ്പം ആദ്യ ദിവസം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചാലുള്ള ചടങ്ങുകൾ? ഇപ്പോൾ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ മഹാസമാധിയുടെ ചടങ്ങുകൾ ആരംഭിക്കും. എന്നിട്ട് മഹാസമാധി ഇരുത്തിയാൽ സമാപനമായി. നമ്മൾ വിവിധ മഠങ്ങളിലെ ഈ 15ലധികം മഠങ്ങളിൽ നിന്നുള്ള മഠാധിപതിമാരെ ക്ഷണിച്ചിരുന്നു എന്ന് രാവിലെ പറഞ്ഞിരുന്നു. അവരെല്ലാവരും എത്തിയിരുന്നു. അക്ഷണം ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? കുറച്ച് മഠാധിപതിമാർ ഈ നാമജപയാത്രയിൽ തന്നെ ഉണ്ട്. കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വന്നെന്നുള്ള കറക്റ്റ് ഇപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾക്കൂട്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? രാവിലെ പറഞ്ഞിരുന്ന വലിയൊരാൾക്കൂട്ടം ഉണ്ടാകുന്നു. പക്ഷേ 50ലധികം ആൾക്കാർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ജാഥയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര തന്നെ ആയിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? ഇല്ല, നമ്മൾ ഒരു സംഘടന അങ്ങനെ വിളിച്ചിരുന്നില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഒരു നാമജപയാത്ര താല്പര്യമുള്ളവരെല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലെ രണ്ട് വശങ്ങളാണ്. ഒന്നത് അതിൻ്റെ ആചാരപരമായ ഭാഗം, മറ്റൊന്ന് അതിൻ്റെ നിയമപരമായ ഭാഗം. അപ്പോൾ ഈ ആചാരപരമായ ഭാഗത്തിന് ഇപ്പോൾ കുടുംബത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിയമപരമായ ഭാഗത്തിനും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ തങ്ങളുടെ സംഘടനയും ഒക്കെ മുഴുവൻ പിന്തുണയും ഇനി മുതൽ ഉണ്ടാകുമോ? ഇല്ല, ഇനിയും പിന്തുണ പൂർണ്ണമായിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതിനും പിന്തുണയ്ക്കും. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്കാര ചടങ്ങുകളിലേക്കുള്ള നാമജപയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു 50ഓളം പേർ മാത്രമാണ് ആ യാത്രയിലുള്ളത്. അതങ്ങനെ തന്നെയാണ്. അധികം പേരെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. താല്പര്യമുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. മറ്റ് ചടങ്ങുകളെക്കാൾ കൂടുതൽ ഈ സമാധി എന്ന ചടങ്ങിനാണ് കുടുംബം പ്രാധാന്യം നൽകുന്നത്. കുറച്ച് മഠാധിപതിമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. നമുക്ക് ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇത് തുടങ്ങിയപ്പോൾ മുതൽ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. പലതരത്തിലുള്ള അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. പരിഷ്കൃത ലോകത്തിൽ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അത്ഭുതമായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ആ ചടങ്ങുകൾ അങ്ങനെ നടക്കട്ടെ എന്ന് ഒരു വിഭാഗം പറയുന്നു. മാത്രമല്ല ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ആകെ അതിൽ ഒരു വ്യക്തത വരേണ്ടത് ഈ മരണം എങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. നീ അതിൽ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ രാസപരിശോധന ഫലം ഒക്കെ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഇനി വ്യക്തത വരേണ്ടത്, ഇനി കൂടുതൽ കാര്യങ്ങൾ അറിവാകുന്നതൊക്കെ ആ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാകും. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ചടങ്ങുകളൊക്കെ നടത്താനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഭരണഘടനയിൽ തന്നെ പറയുന്നു. പക്ഷേ ആചാരങ്ങൾ ദുരാചാരങ്ങളാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിയമങ്ങൾക്ക് അതീതമല്ല ഒന്നും എന്നുള്ളത് ഈ വിഷയത്തോടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്.